നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ബനാന വെച്ചിട്ടാണ്, അതുപോലെ പീനട്ട് ബട്ടറും വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് 3 വലിയ സൈസ് ബനാന എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ റോബസ്റ്റ ആ ഒരു ടൈപ്പ് ബനാനയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം ബനാന വെച്ചിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കൂടുതൽ നല്ലത് ഈ ഒരു ബനാന ആയിരിക്കും. ഇനി ഇതിനെ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഫ്രീസറിൽ മാറ്റിയതിന് ശേഷം സ്ലൈസ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിനെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഫ്രീസറിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ അടക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് തന്നെ അടച്ചിട്ട് വെക്കണം എന്ന് പറയുന്നത്. ഇനി ഇതിപ്പോൾ ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ മിനിമം വെക്കണം, ഫ്രീസറിൽ. ഇതിപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ടുള്ളതാണ്. നന്നായി തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു മിക്സിയുടെ വലിയ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പേസ്റ്റ് രൂപത്തിൽ ഗ്രൈൻഡ് ആക്കി എടുക്കണം. കണ്ടില്ലേ, ഈ ഒരു സ്റ്റേജിലായിരിക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂണോളം പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പീനട്ട് ബട്ടർ ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡായിട്ടും പീനട്ട് ബട്ടർ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പീനട്ട് ബട്ടർ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നന്നായി വറുത്ത നിലക്കടല തൊലി കളഞ്ഞതിന് ശേഷം നമ്മളത് മിക്സിയിൽ ജാറിലിട്ടിട്ട് കുറച്ച് തേനും അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി നന്നായിട്ട് അരച്ചെടുക്കുന്നതാണ് പീനട്ട് ബട്ടർ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കിന് പകരം കുറച്ച് മിൽക്ക് പൗഡറും അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും അല്ലെങ്കിൽ ഹണി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മുടെ പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാരമലൈസ്ഡ് നട്ട്സ് മുന്നേ ചെയ്ത് വെച്ചതായിരുന്നു, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചോക്കോ ചിപ്സോ ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഇങ്ങനെ വെറുതെ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും ഐസ്ക്രീം തയ്യാറാക്കാം. ഇനി ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു വേനൽ ചൂടിൽ എല്ലാ കുട്ടികൾക്കും ഐസ്ക്രീമൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ പഴം കഴിക്കാത്ത കുട്ടികൾ പോലും ഇതങ്ങ് കഴിച്ചോളും. ഇനി ഇതൊരു 4 മണിക്കൂറോ 5 മണിക്കൂർ വരെ സെറ്റ് ചെയ്തെടുക്കണം. ഫ്രീസറിലാണ് വെക്കേണ്ടത്, ഫ്രിഡ്ജിലെല്ലാം. അപ്പോൾ ഇത് ഇനി ഒരു 4 മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്തു നോക്കാം. ഇപ്പോൾ ഒരു 5 മണിക്കൂറായതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂണോ അല്ലെങ്കിൽ ഐസ്ക്രീം സ്കൂപ്പറോ വെച്ചിട്ട് നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ചോക്കോ ചിപ്സൊക്കെ ആഡ് ചെയ്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അതുപോലെ നിങ്ങൾക്കാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കൊച്ചു യൂട്യൂബ് ചാനലാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും അതോടൊപ്പം വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.